and welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ സെഷൻ ഇസ് ഫോർ നീറ്റ് ഡ്രോപ്പേഴ്സ്. കാരണം ഇപ്പം 2023 നീറ്റ് 2023 എക്സാം അറ്റൻഡ് ചെയ്ത് നമ്മുടെ റിസൾട്ടൊക്കെ ഓൾമോസ്റ്റ് വരാനായി. ബട്ട് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. സോ പെർഫോമൻസ് വൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മോശമായിരുന്നു. ബട്ട് നെക്സ്റ്റ് ഇയറിൽ നല്ലപോലെ എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക അഡീഷണലി നിങ്ങൾക്ക് ആഡ് ചെയ്ത് പറയുവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നോ യുവർ സിലബസ് എന്നുള്ളതാണ്. നിങ്ങളുടെ സിലബസ് എന്താണെന്ന് അറിയണം. ഒരുപാട് പേര് ഇപ്പം ലാസ്റ്റ് ഈ 2023 എക്സാമിൽ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡിലീറ്റഡ് ടോപ്പിക്സ് എല്ലാം സ്കിപ്പ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഓൺവേർഡ്സ് എല്ലാവരും ഇപ്പോൾ നമ്മുടെ ചാനലിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ചോദിച്ചിരുന്നു കോമ്പറ്റേറ്റീവ് എക്സാംസിന് നീറ്റ് എക്സാംസിന് അല്ലെങ്കിൽ നീറ്റ് എക്സാമിന് ഈ പറയുന്ന ഡിലീറ്റഡ് ടോപ്പിക്സ് ഉണ്ടാവോ ഇല്ലയോ ഇതൊക്കെ ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, എന്താണെന്നുണ്ടെങ്കിലും പഠിക്കുക. അവസാനം നമ്മൾ എന്താ പറയുക എല്ലാം കൂടെ ബൾക്കായിട്ട് പഠിക്കാൻ വേണ്ടി വിചാരിക്കുമ്പോൾ കാരണം കുറച്ചധികം ടോപ്പിക്സ് ഫിസിക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് എന്നിരുന്നാലും കെമിസ്ട്രി ആണെങ്കിലും ബയോ ആണെങ്കിലും കുറച്ചധികം ടോപ്പിക്സ് ഡിലീറ്റ് ചെയ്തിരുന്നു, ചാപ്റ്റർ വൈസ് ഡിലീറ്റ് ചെയ്തിരുന്നു. അപ്പം കുറേ പേർക്ക് അതൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. സോ ആ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടാവരുത്. സ്റ്റാർട്ടിങ് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും ഡിലീറ്റഡ് ടോപ്പിക്സും കൂടെ കവർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. കഴിഞ്ഞ നീറ്റ് ഇപ്പം നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതിയോണ്ട് നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇതെങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും. ആൻഡ് പ്ലസ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ബോർഡ്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെയാണ് ഇത് ചെയ്തിരുന്നത്. ഇതിപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് നീറ്റിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക നമ്മൾ ഓരോ ടോപ്പിക്സ് പഠിക്കുമ്പോഴും പഠിച്ചു പോകുമ്പോഴും ഓൾറെഡി നിങ്ങൾ പഠിച്ച ആൾക്കാരാണ്. അപ്പം ഓരോ പ്രാവശ്യം പഠിക്കുമ്പോഴും നിങ്ങൾ നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ ഇവിടെ നിന്നാണോ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. NCERT ലൈൻ ബൈ ലൈൻ പഠിക്കാതെ ഒരു നിവർത്തിയില്ല. ബട്ട് നമ്മൾ ന്യൂമറിക്കൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇങ്ങനെയും ചോദിക്കാം, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആൻഡ് സെക്കൻഡ് തിങ് ഇസ് അഫ്കോഴ്സ് ഫോക്കസ് ഇല്ലാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഓക്കെ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നീറ്റാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നീറ്റിലോട്ടുള്ള നിങ്ങളുടെ യാത്ര അതിനിടയിൽ എന്താ പറയുക ഡീവിയേഷൻസോ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസോ ഒന്നും ഇല്ലാതെ പരമാവധി ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തിലോട്ട് മാത്രം അല്ലെങ്കിൽ ആ ഒരു ഡ്രീമിലോട്ട് മാത്രം ഈ 2024 എന്ന് പറയുന്ന ഡ്രീമിലോട്ട് മാത്രം ഫോക്കസ് കൊടുക്കുക. ആൻഡ് നല്ലൊരു ടൈം ടേബിൾ കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും എനിക്കിപ്പം എന്താ പറയുക നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളിപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഓക്കെ നമുക്ക് ഓരോ ടൈം ടേബിൾ ഉണ്ട്. പക്ഷെ നിങ്ങൾ ചിലർക്ക് എന്താ പറയുക രാവിലെ എണീറ്റ് പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ്, പക്ഷെ രാത്രി ഇന്ന് പഠിക്കാൻ പറ്റുന്നവരാണ്. സോ നിങ്ങളുടെ ടൈമിങ്സും നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും എന്താ പറയുന്നത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ബട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഒരു നീറ്റ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് ഓരോ ദിവസം എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു ടൈം ടേബിളായിട്ട് ഞാൻ വരുന്നത് ായിരിക്കും. ഓക്കെ സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫോക്കസ് നിങ്ങളുടെ നീറ്റിലാണ് നിങ്ങളുടെ ഫോക്കസ് ഇരിക്കുന്നത്. സോ നീറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പം അല്ലെങ്കിൽ നീറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുമ്പോൾ വേറൊരു എന്താ പറയുക ഒരു വഴി വരുന്നത്. അതായത് നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നീറ്റ് മാത്രം ചിന്തിക്കല്ല. നീറ്റിന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ചാപ്റ്റർ കഴിഞ്ഞ വർഷങ്ങളിൽ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കൂടെ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം. അതിന് ഈസിയാണ്. എന്താണ് നമ്മുടെ വേദാന്തു മലയാളത്തിൽ തന്നെ അത്യാവശ്യം ഒരുപാട് വീഡിയോസ് ഉണ്ട്. സോ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണുക, മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ യെസ് അതുപോലെ തന്നെ കൃത്യമായിട്ട് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യത്തുള്ളൂ. സ്റ്റാർട്ടിങ് ഒക്കെ നമ്മളിങ്ങനെ ഉഴപ്പി വിടും. പക്ഷേ മക്കളെ ഒരു വർഷം എന്താ പറയുക നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. ആ ഒരു വർഷം നിങ്ങൾ കളയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം നിങ്ങളിൽ നിന്ന് പോവാണ്. ആ ഒരു വർഷം നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ അതിന് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു വർഷം ചുമ്മാതായി പോകരുത്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർ
ചെയ്യുക. ആൻഡ് യെസ്, പൊമഡോറോ ടെക്നിക്ക് അതെല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക, നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. സോ ഓരോ എന്താ പറയുക ഒരു 25 മിനിറ്റ്സ്, ഒരു 20-25 മിനിറ്റ്സ് നിങ്ങൾ പഠിച്ചതിന് ശേഷം ബ്രേക്ക് എടുക്കുക. ആൻഡ് ഒരു 3-4 ടൈംസ് ഇതേ സെയിം സാധനം റിപ്പീറ്റ് ചെയ്തിട്ട് കുറച്ചധികം സമയം റിലാക്സ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി അതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾവേസ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു അടച്ചിട്ട മുറിയിൽ ഇരുട്ടത്തിരുന്ന് പഠിക്കരുത്. അത്യാവശ്യം നല്ല എയർ പാസിങ്, കാരണം അതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ അത്യാവശ്യം വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് നല്ല വെട്ടമൊക്കെ വരുന്ന ഒരു റൂമിലിരുന്ന് പഠിക്കുന്നതും എല്ലാം ക്ലോസ് ചെയ്ത് ലൈറ്റും ഫാനും ഇട്ട് പഠിക്കുമ്പോൾ ഉള്ള ഒരു ആംബിയൻസും നല്ല വ്യത്യാസമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുമ്പം അതിന് നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. അതുപോലെ ഒറ്റ സ്ട്രെച്ചിൽ എല്ലാം അങ്ങ് പഠിക്കുക, എല്ലാം ഒറ്റ ഇരിപ്പിന് അങ്ങ് പഠിക്കാമെന്ന് വിചാരിക്കരുത്. ബ്രേക്ക് എടുത്ത് പഠിക്കുക. അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അത് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലോട്ട് വരുമ്പോൾ ബ്രെയിൻ ഡെഫിനറ്റ്ലി എന്താ പറയുന്നത്, പറ്റില്ലടേ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. സോ ആ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ ബ്രെയിനിനെ കൊണ്ട് എത്തിക്കരുത്. ഓക്കെ, യെസ്. ദെൻ റിവിഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആസ് ഇഫ് നൗ ഞാൻ സജസ്റ്റ് ചെയ്യുക, ഒരു ഡിസംബർ വരെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൂടെ ചെയ്ത് ടോപ്പിക് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇങ്ങനെ പോവാം. ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബുക്സ് ഉണ്ട്. സോ ആ ബുക്സിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ബുക്സിൻ്റെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ആ ബുക്സിൻ്റെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്താ പറയുക, ടോപ്പിക് ക്വസ്റ്റ്യൻസ് എത്രത്തോളം പറ്റും, എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ, ഡു ഇറ്റ്. മാക്സിമം എത്രത്തോളം പറ്റുമോ ചെയ്യുക. ഡിസംബർ വരെയും നിങ്ങൾ ആ പ്രിപ്പറേഷൻ ആയിരിക്കണം, പഠിക്കുന്നതായിരിക്കണം നിങ്ങൾ. അതായത് ഇൻ ഡെപ്തിൽ എന്ത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന പാകത്തിന് നിങ്ങളെ തന്നെ മോൾഡ് ചെയ്തെടുക്കണം. ദെൻ ഡിസംബർ കഴിയുന്നതോട് കൂടെ തന്നെ നിങ്ങൾ പ്രോപ്പർ റിവിഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആ പ്രോപ്പർ റിവിഷനിൽ മേജറായിട്ട് വേണ്ടതാണ് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത്, അതായത് നിങ്ങൾ ഇന്ന് മുതൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ഡിസംബർ വരെ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഫോർമുല ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, മൈൻഡ് മാപ്സ് പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, മറ്റൊരാളെ കോപ്പി അടിച്ചിട്ട് അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോപ്പി ഞാൻ എടുത്ത് പഠിക്കാം അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. സ്വന്തമായിട്ട് എഴുതുക. ചിലപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിരിക്കും, പിന്നീട് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ എന്താ പറയുക ഒരു ഭംഗിയില്ലല്ലോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ഭംഗിയൊന്നും അല്ല മക്കളെ വിഷയം. നിങ്ങൾ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ആ ഒരു റൈറ്റിങ്ങും കൂടെ, അതായത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ എഴുതും കൂടെ ചെയ്യുമ്പം അതിന് നല്ല പോലെ നിങ്ങൾക്ക് ഒരു റിസൾട്ട് റിഫ്ലക്റ്റ് ആവും. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓരോ പ്രാവശ്യം പഠിച്ചു കഴിയുമ്പോൾ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ കവർ ചെയ്യുക. കാരണം അവസാന നിമിഷം നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് 90+ ചാപ്റ്റേഴ്സ് ഉണ്ട് എല്ലാ സബ്ജക്റ്റും കൺസിഡർ ചെയ്യുമ്പോൾ അല്ലേ. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒറ്റയടിക്ക് തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഇരുന്ന് വായിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. ആ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഷോർട്ട് നോട്ട്സും ഫോർമുല ഷീറ്റ്സും മാത്രമേ ഉള്ളൂ. സോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് നമ്മളെല്ലാ തിയറി പാർട്ടെല്ലാം പഠിച്ചിട്ടുണ്ട്. ഒരുവിധം എന്താ പറയുക NCERT ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനറിയാം. പക്ഷേ ഇതേ സെയിം ആൻസർ വരുന്ന ക്വസ്റ്റ്യന് കുറച്ച് എന്താ പറയുന്ന ഒരു ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബുക്സ് ആയിരിക്കും. നിങ്ങളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ബുക്കിൽ സെയിം ആൻസർ തന്നെ ആയിരിക്കും, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, വേറൊരു ബുക്ക് നോക്കുകയാണെങ്കിൽ സെയിം ആൻസർ അതിനേക്കാട്ടിലും വെറൈറ്റി രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നടക്കത്തുള്ളൂ. ആൻഡ് ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും നിങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ പണ്ട് ചെയ്തിരുന്നത് ഒരു 3-4 മിനിറ്റ് എടുത്തിട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റുന്നുണ്ട്. സോ ആ ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഓരോ നമ്മളെല്ലാവരും ചോദിക്കുന്നുണ്ടല്ലേ പ്രോബ്ലം സോൾവിങ്ങിന് എങ്ങനെയാണ് ടിപ്പ് എന്താണ് പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ന്യൂമറിക്കൽസ് പെട്ടെന്നൊക്കെ ചെയ്യാൻ എങ്ങനെ ഒരു ടിപ്പില്ല. നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് നിങ്ങൾ പ്രോബ്ലം സോൾവിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്താ പറയുക 2024 നീറ്റിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, എങ്ങനെയാണ് ടോട്ടൽ സെറ്റപ്പ് എന്നുള്ളതൊക്കെ. സോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട്
ഓക്കെ, നമ്മൾ നീറ്റ് 2024 നമ്മൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യേണ്ടത് ടൈം മാനേജ്മെൻറ്റ് ആണ്. എങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത്രയും ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, മാക്സിമം നിങ്ങൾ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് സോൾവ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് കൂട്ടാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. ആൻഡ് ഡെഫിനറ്റ്ലി ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിലും പ്രീവിയസ് ഇയറിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾ അത്രയും ടൈം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സേവ് ആയി കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത്രയും സെക്കൻഡ്സ് എനിക്ക് എടുക്കാം അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. എത്ര ക്വസ്റ്റ്യൻസ് എനിക്ക് 1 സെക്കൻഡിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് OMRൽ മാർക്ക് ചെയ്യാൻ പറ്റും, ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. സോ ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ ആക്യുറൻസി, ഇതൊക്കെയും അതുപോലെ തന്നെ നിങ്ങളുടെ ടെൻഷനും റെഡ്യൂസ് ആവും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, എന്നെ കൊണ്ട് പറ്റും ചെയ്ത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾ ആ ഒരു എക്സാം തന്നെ ഫിനിഷ് ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടുവാണ്. നിങ്ങളുടെ ആ ടെൻഷനൊക്കെ, നിങ്ങൾ എക്സാമിന് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടെൻഷൻ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിൽക്കും. ആ ഒരു എന്താ പറയുക, ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സംഭവം നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിൽക്കും. ഓക്കെ, യെസ്. ദെൻ യെസ്, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും കവർ ചെയ്തു. നിങ്ങൾക്ക് നീറ്റിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ ഒരുപാട് നീറ്റ് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. സോ ഏത് തന്നെ വീഡിയോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒപ്പം വേദാന്തു മലയാളം എന്ന് പറഞ്ഞ് നിങ്ങൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. അത്രത്തോളം വീഡിയോസ് നമ്മൾ നീറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ എന്താ പറയുക, നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഷോർട്ട് ടിപ്സ്, ട്രിക്സ്, എല്ലാ സാധനങ്ങളും വരുന്നതായിരിക്കും. ആൻഡ് പെട്ടെന്ന് തന്നെ ടൈം ടേബിൾ അതായത് നമ്മൾ നീറ്റ് 2024 ഒരു ഡ്രോപ്പർ എങ്ങനെ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഇന്ന് മുതൽ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം, എത്ര മണിക്കൂർ പഠിക്കണം, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയത്തുള്ളൂ കുട്ടികൾക്ക് ഇത് ആവശ്യമുണ്ടല്ലോ എന്നുള്ളത്. സോ യെസ്, അപ്പം കൂടുതൽ എന്താ പറയുക ഡീറ്റെയിൽസും ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് വേണം. അതിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്.